അജ്ഞാത രോഗത്താൽ കാഴ്ച നഷ്ടപ്പെട്ട പ്രവാസി മലയാളി തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ദുബായിലെ ഹോട്ടൽ ജീവനക്കാരനായ കാസർഗോഡ് സ്വദേശി അബ്ദുൾ ഹമീദിനാണ് ഈ ദുരവസ്ഥ. 29-കാരനായ അബ്ദുൾ ഹമീദ് 8 വർഷം മുൻപാണ് ഹോട്ടൽ ജോലിക്കായി ദുബായിലെത്തിയത്. 8 മാസം മുൻപ് ഇരു കണ്ണുകളുടെയും കാഴ്ച മങ്ങിത്തുടങ്ങി. ഇപ്പോൾ 1% മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാണ് ഹമീദ് ഇപ്പോൾ. ഒരു മങ്ങൽ അതാണ് സ്റ്റാർട്ടിങ് ആയത്. ഈ മങ്ങൽ വന്നിട്ട് ഇവിടെ കാണിച്ചിട്ടാകുമ്പോൾ 2 പ്രാവശ്യം കാണിച്ച് എന്നിട്ട് പെട്ടെന്ന് നാട്ടിൽ പോയി ചെല്ലുമെന്ന് പറഞ്ഞു. നാട്ടിൽ പോയി നോക്കിയതിന് ശേഷം പിന്നെ പറഞ്ഞ് 2-3 വട്ടം നമ്മൾ മംഗലാരം കാണിച്ച്, രണ്ടാമത് ഇവിടെ കോയമ്പത്തൂർ കൊണ്ടുപോയി കാണിച്ച്. അന്നേരം മധുരയിൽ കാണിക്കുമ്പോൾ പറയും നരമ്പിൻ്റെ പ്രശ്നമാണ്, നരമ്പ് 2 തയ്പ്പിന് കുറേ ചികിത്സ എല്ലാം ചെയ്ത്. കണ്ണുകളുടെ ഞരമ്പുകൾക്ക് സംഭവിച്ച തകരാറു കാരണമാണ് കാഴ്ച നഷ്ടമായതെന്ന് നാട്ടിലും ദുബായിലുമായി ഹമീദിനെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നു. ഉടൻ ചികിത്സ തേടണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും സാമ്പത്തിക പരാധീനതകൾ മൂലം അതിന് സാധിക്കുന്നില്ല. കൂട്ടുകാരന്റെ ചികിത്സാ ചെലവ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഹമീദിന്റെ സുഹൃത്തുക്കൾ. കുറച്ച് ഫ്രണ്ട്സുകളോടും നമ്മൾ അറിയുന്ന ആൾക്കാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചെറിയ പൈസ അവന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. രോഗിയായ മാതാവ്, 4 സഹോദരിമാർ, ഭാര്യ, 1 വയസ്സുള്ള കുട്ടി എന്നിവരാണ് ഹമീദിനുള്ളത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായതിനാൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാതെ നിവൃത്തിയുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.